പ്രായപൂർത്തിക്ക് മുൻപേ അവരെ കൊണ്ട് നോമ്പ് ശീലിപ്പിക്കണം. അത് തർബിയത്തിന്റെ ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ അതിന് സാധിക്കുന്ന പ്രായമെത്തിയാൽ, ഇത് കഴിയും എന്ന ഒരു പ്രായമെത്തിയാൽ അവർക്ക് യഥാർത്ഥത്തിൽ പ്രായപൂർത്തിയായിട്ടില്ല എങ്കിലും നോമ്പ് ശീലിപ്പിച്ചു കൊണ്ടുവരിക. സഹാബത്ത് റളിയല്ലാഹു അൻഹും അവരിലെ വനിതകൾ പറയുന്നത് കാണാം, കുന്ന നസൂം വനുസവ്വിമു സബ്യാനനാ. സുന്നത്ത് നോമ്പിനെ, ആശുറ നോമ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഞങ്ങൾ ആശുറ നോമ്പെടുക്കും, വനുസവ്വിമു സബ്യാനനാ, ഞങ്ങളുടെ കുട്ടികളെ നോമ്പെടുപ്പിക്കും, എന്നിട്ട് കളിപ്പാട്ടങ്ങൾ കൊടുക്കും. എന്തിനാണ്? അവർ കരയുമ്പോൾ അത് ശ്രദ്ധ മാറ്റാൻ വേണ്ടി. അങ്ങനെ എങ്ങനെയെങ്കിലും നോമ്പ് പൂർത്തിയാക്കിപ്പിക്കും. ഇതാരെ കൊണ്ടാണ്? അതിന് സാധിക്കുന്ന കുട്ടികൾ, തീരെ ചെറിയ കുട്ടികൾ, അതിന് സാധിക്കാത്ത മക്കളുണ്ടാവും, അവർക്കൊണ്ട് അങ്ങനെ ചെയ്യിക്കാൻ പാടില്ല. അതേസമയം കുട്ടികൾ പ്രായപൂർത്തി എത്തുന്നതിന് മുൻപ് തന്നെ നോമ്പ് സാധിക്കുന്ന സമയം വരും. ചിലപ്പോൾ ഒരു നോമ്പ് ഒക്കെ പറ്റും, ചിലപ്പോൾ 2 നോമ്പ് പറ്റും, 3 നോമ്പൊക്കെ പറ്റും, ചിലപ്പോൾ ഒരു പകുതിയൊക്കെ എടുക്കാൻ പറ്റും. എങ്കിൽ അങ്ങനെ കുട്ടികളെ ശീലിപ്പിച്ച് കൊണ്ടുവരിക, അതിനോട് ഇഷ്ടമുണ്ടാക്കുക എന്നത് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഇക്കാലത്ത് സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളോട് ഇഷ്ടമുണ്ടാക്കുക എന്നത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതിനോട് അവർക്ക് സ്നേഹമുണ്ടാക്കുക. നോക്കൂ, ഇത് അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്, ഇത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന വസ്ത്രമാണ്, ഇത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവർത്തനമാണ്. അല്ലെങ്കിൽ നോക്കി, ഇത് അള്ളാഹു വെറുക്കുന്ന പ്രവർത്തനം, അത് ചെയ്യരുത്. ഇങ്ങനെ അതിനോട് അള്ളാഹു കൽപ്പിച്ച പ്രവർത്തനങ്ങളോട് ഇഷ്ടമുണ്ടാക്കിക്കാൻ നാം ശ്രമിക്കുക. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹുവാണ് അവരുടെ മനസ്സിൽ ഖൈറായ കാര്യങ്ങളോട് ഇഷ്ടമുണ്ടാക്കേണ്ടത്.